കേരളത്തിൻ്റെ വയനാടിൻ്റെ ഉള്ളു പൊട്ടിയിരിക്കുകയാണ്. ഉള്ളു പൊട്ടിയൊലിച്ച് വന്നിരിക്കുകയാണ്. മുണ്ടക്കൈയിൽ വലിയ ദുരിത പർവ്വത്തിലൂടെ തന്നെയാണ് ആ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിന് ഉറക്കമില്ല. മലയാളികൾ ഉറങ്ങാതെ കണ്ണു തുറന്ന് വയനാടിനെ, മുണ്ടക്കൈയെ, മേപ്പാടിയെ നെഞ്ചോട് ചേർക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ രക്ഷാപ്രവർത്തനം ഔദ്യോഗികമായി ഇന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അട്ടമലയിൽ നിന്ന് സുനീർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനീർ, എന്താണ് പറയാനുള്ളത്? ആരെങ്കിലും കാണാനുണ്ടോ? എന്താണ് വിവരം? ഹലോ, പറയൂ. ഇവിടെ ഞങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ ഇപ്പൊ ഈ അട്ടമല ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നിടത്ത് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവിടെ സേഫാണ്. പക്ഷെ നമ്മൾ ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ചൂരന്മല. അവിടെ പാലം മൊത്തം തകർന്നിട്ട് ആകെ പ്രശ്നമായിരിക്കണം. അവിടുന്ന് ഇങ്ങോട്ട് ആർക്കും വരാൻ പറ്റൂല, നമുക്ക് പുറത്തേക്ക് പോകാൻ പറ്റൂല. വൈദ്യുതി ഉണ്ടോ? കറണ്ട് ഇല്ല. ഫോണിൽ ഞങ്ങൾ ചാർജ് ചെയ്തിട്ട് നമ്മളൊരു ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മറ്റുള്ള ഈ ഫോണിന്റെ ചാർജ് പറ്റ തീരുമ്പോൾ മറ്റേ ഫോൺ നമ്മൾ ഓൺ ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉപയോഗിക്കാണ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം കുടുംബങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട് സുനീർ അവിടെ? നമ്മളിപ്പോ ഈ അട്ടമല എന്നുള്ള പ്രദേശത്ത് ഞങ്ങൾ പള്ളിയിൽ ഇപ്പൊ ഞങ്ങൾ മുതിർന്ന 3 പേരുണ്ട്. ഇപ്പൊ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനും ജിബിനും എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഇപ്പൊ ഇവിടെയുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഉള്ളത് ബംഗാളികൾ, ഇവിടെ പാടി എന്ന് പറയും. ഇപ്പൊ ഈ പാടിയിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികളാണ് ഇവിടെ ഉള്ളത്. പുറത്തുനിന്ന് വേറൊരു ആൾക്കാരില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ആളുകളെല്ലാം തന്നെ ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. ഈ ഭക്ഷണവും വെള്ളവും ഒക്കെ ലഭ്യമാണോ? ഞങ്ങൾക്ക് ഇപ്പോൾ നേരത്തെ സ്റ്റോക്ക് ചെയ്തിരുന്ന ഭക്ഷണം ഉണ്ടായത് കൊണ്ട് നമ്മൾ ഇതുവരെ ഭക്ഷണം കഴിച്ചിരുന്നു. അപ്പോൾ ഭക്ഷണത്തിനൊക്കെ ഇവിടെ നേരത്തെ ഉണ്ടായതുകൊണ്ട് വിഷയങ്ങളൊന്നുമില്ല. ഭക്ഷണത്തിനൊക്കെ നമ്മൾ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് 1 മാസത്തെ ഭക്ഷണം ഞങ്ങൾ നേരത്തെ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. ഇവിടെ ദർസാണുള്ളത്. അപ്പോൾ ഇവിടെ 9 കുട്ടികളും ഞങ്ങൾ 3 സ്റ്റാഫ്മാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിലവിൽ ഞങ്ങളിവിടെ ഉണ്ടായ സമയത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായത് കൊണ്ട് ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളെ രക്ഷിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഏത് ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത്? അത് താഴേക്ക് എന്ന് പറയുമ്പോൾ ചൂരന്മല കടത്തി കൊണ്ടുവരണം. ഞങ്ങളിവിടെ ഇത് ദർസായതുകൊണ്ട് പല നാട്ടിലുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ഇത് മലപ്പുറത്തുള്ളവരുണ്ട്, ഈ നാട്ടിലുള്ളവരുണ്ട്. മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഏത് ഭാഗത്തേക്കാണ് നിങ്ങളെ അവിടുന്ന് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവരണമെങ്കിൽ എത്തിക്കേണ്ടത്? മേപ്പാടി ഭാഗത്തേക്കാണ് കൊണ്ടുവരേണ്ടത്. മേപ്പാടിയിലേക്കാണ്. അവിടെ നിന്ന് വരാനുള്ള പക്ഷേ പാലം ഉൾപ്പെടെ ഒലിച്ചു പോയിരിക്കുകയാണ്. ഈ ചൂരൽമലയിലെ പാലം മൊത്തം ഒലിച്ചു പോയല്ലോ. ഒക്കെ ഒലിച്ചു പോയത് കൊണ്ട് നമുക്ക് അങ്ങോട്ട്, പിന്നെ അത് മാത്രമല്ല ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങൾ പള്ളി നിൽക്കുന്നതിന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ നമ്മൾ മുട്ടിന്റെ ഭാഗത്തോളം ചളിയാണ്. ഞങ്ങൾ നടന്ന് ഒരിക്കലും ഇവിടുന്നാണ്ട് ചൂരൽമലക്ക് എത്താൻ പോലും കഴിയൂല. കാരണം ഞങ്ങളൊന്ന് അല്പം നടന്നു നോക്കിയപ്പോൾ തന്നെ ഫുള്ള് ചളി ആയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയാണ് ചെയ്തത്. സുനീറിന്റെ കാര്യം നമ്മളിപ്പോൾ തന്നെ അധികൃതരിലേക്ക് എത്തിക്കാം. അങ്ങനെ നിരവധി ആളുകൾ പറഞ്ഞോളൂ. ഇവിടെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ വളരെ പേടിയിലും പ്രയാസത്തിലാണ്. കാരണം ഇത് അവിടെയൊക്കെ രാത്രി ഉറങ്ങി നേരം വിളിക്കുമ്പോ വീട് കാണുന്നില്ല. ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് മേലിന്ന് പള്ളിയുടെ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുമ്പോ ഈ പുത്തുമല പൊട്ടിയത് മുണ്ടക്കൈ പൊട്ടിയത് നമുക്ക് കാണാൻ കഴിയും. വ്യക്തമാണ്. മുണ്ടക്കൈ ഭാഗത്ത് അടുത്തുള്ള അട്ടമലയിൽ നിന്ന് സുനീറാണ് വിളിച്ചിട്ടുള്ളത്. നിരവധി ആളുകളാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. സുനീറിൻ്റെ കൂടെയുള്ളവരിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണ്. നിലവിൽ വൈദ്യുതി ബന്ധമില്ല. നമുക്കറിയാവുന്നതുപോലെ തന്നെ ചൂരൽമല വരെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. പക്ഷേ അട്ടമല ഏതാണ്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെ എത്തിക്കേണ്ട ആവശ്യം കൂടിയുണ്ട്. അധികൃതരിലേക്ക് എത്തിക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നമാണ്.